നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോൾ സമാനതകളില്ലാത്ത തകർച്ചയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ISL ഏതാണ്ട് ഇത്തവണക്ക് തട്ടിക്കൂട്ടി വെറും 13 കളികൾ വെച്ച് നടത്തി അതങ്ങ് അവസാനിപ്പിച്ചു. ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായി. എന്നാൽ ഇനിയുള്ള കാലം ക്ലബ്ബുകൾക്കെല്ലാം ആശങ്കയുടെ കാലമാണ്. ഏതാണ്ട് എല്ലാ ക്ലബ്ബുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ജൂൺ ആദ്യത്തോടു കൂടി ക്ലബ്ബ് അടച്ചുപൂട്ടും. അതിലെ കളിക്കാരുടെ കരാറൊന്നും പുതുക്കുന്നില്ല, എല്ലാ കളിക്കാരെയും പറഞ്ഞയക്കുകയാണ് എന്നുള്ളതാണ് അറിയുന്നത്. അവിടുത്തെ ജീവനക്കാർക്കും ഏതാണ്ട് ജൂണോടുകൂടി ഇത് അടച്ചുപൂട്ടുമെന്ന വിവരം സന്ദേശം അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ മിക്ക ISL കളിക്കുന്ന മിക്ക ക്ലബ്ബുകളുടെ അവസ്ഥ. എല്ലാം അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കളിക്കാരുടെ ഒന്നും കരാർ ഈ ക്ലബ്ബുകൾ ഒന്നും പുതുക്കുന്നില്ല എന്നാണ് അറിയുന്നത്. എന്തു തന്നെ ആയാലും 2219 കോടി രൂപയുടെ 20 വർഷത്തിന് 2219 കോടിക്ക് സമാനമായ ഒരു തുകയിൽ അമേരിക്കൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീനിയസ് സ്പോർട്സ് ഈ ISL നടത്താം എന്നൊരു കരാറുമായിട്ട് വന്നിട്ടുണ്ട്. അത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ വലിയ താല്പര്യമുണ്ട്. പക്ഷേ ക്ലബ്ബുകൾ സമ്മതിക്കുന്നില്ല. വരുമാനം തീരെ കുറവായിരിക്കും എന്നതാണ് ക്ലബ്ബുകളുടെ ഒരു പ്രശ്നം. അതിനു പകരം തങ്ങൾ ഈ സീസൺ, അടുത്ത സീസണുകൾ ഈ ലീഗ് നടത്താം, ISL നടത്താം എന്നാണ് ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഫുട്ബോൾ ഫെഡറേഷൻ അതിലോട്ട് താല്പര്യവുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ക്ലബ്ബുകളിൽ നിന്ന് ഫീസായി 1 കോടി രൂപയായിരുന്നു നേരത്തെ വാങ്ങിയിരുന്നത്. ഇത് 3 കോടിയാക്കി മാറ്റാൻ, സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ക്ലബ്ബുകൾ വരുമാനമില്ലാത്തതിനാൽ ചെലവ് കൂടുതലും, അതിനാൽ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ ഫെഡറേഷൻ അതിലൊന്നും ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. അവരും ഈ തകർച്ചയെ നോക്കി നിൽക്കുകയാണ്.